ദൈവവചനത്തിലേക്ക് നമുക്ക് തിരിയാം. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം. ഓരോ വാക്കും വാക്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ ആദ്യത്തെ 4 വാക്യങ്ങളാണ് കഴിഞ്ഞ നമ്മുടെ ധ്യാനങ്ങളിൽ നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞത്. ക്രിസ്തുവേശുവിലുള്ള ജീവന്റെ വാഗ്ദത്തപ്രകാരം ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയമകനായ തിമോത്തിയോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ സ്നേഹത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ഇതിനോടകം നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ആണ് ഈ കത്ത് തിമോത്തിക്ക് എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം ക്രിസ്തീയ ശുശ്രൂഷയിൽ തൻ്റെ നിജപുത്രനായ തിമോത്തിയോസ് മുന്നേറേണ്ടതിന് തിമോത്തിയെ ശക്തിപ്പെടുത്തുവാനാണ് അദ്ദേഹം ഈ ലേഖനം എഴുതുന്നത്. ടു എൻകറേജ് തിമോത്തി. ബാറ്റൺ കൈമാറുകയാണ്. തലമുറയായി സുവിശേഷം പറയേണ്ട ചുമതലയുണ്ട്. പൗലോസിൻ്റെ കാലഘട്ടത്തിൽ വിശ്വസ്തനായി നിന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ നേരിട്ട് മരണത്തെ ഫേസ് ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ കാലശേഷം വിശ്വാസത്തിലേക്ക് അദ്ദേഹം നയിച്ച അദ്ദേഹത്തിൻ്റെ പ്രിയ മകൻ സുവിശേഷത്തിനു വേണ്ടി പോരാടി നിൽക്കണം. അതിന് പോൾ തിമോത്തിയെ ധൈര്യപ്പെടുത്തുകയാണ്, എൻകറേജ് ചെയ്യുകയാണ്. 1-ാം വാക്യം നമ്മൾ കണ്ടതാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ പേര്, പദവി, ശുശ്രൂഷയുടെ പിന്നിലെ അധികാരം എന്നിവ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ കത്ത് ആരംഭിക്കുകയാണ്. 2-ാം വാക്യത്തിൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്, അപ്പോസ്തലൻ തിമോത്തിയോസിനെ വന്ദനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ തിമോത്തിയെ അനുഗ്രഹിക്കുകയാണ്. കൃപയും കനിവും സമാധാനവും നിനക്കുണ്ടാകട്ടെ. 3-4 വാക്യത്തിൽ തിമോത്തിയോസിനെ ഓർത്ത് നല്ല ഓർമ്മകളാണ് അപ്പോസ്തലന്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഫോക്കസ് അദ്ദേഹത്തിൻ്റെ വിടുതലോ അയ്യോഭാവമോ ഇതൊന്നുമല്ല. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന അനുഭവം, പ്രത്യേകിച്ച് യൗവനക്കാരനായ തിമോത്തി. പൗലോസെ ഈ തിമോത്തിയെ ഓർത്ത് നിരന്തരമായി പ്രാർത്ഥിക്കുന്നു എന്ന് അറിയിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ എഴുത്തുകൾ നമ്മൾ പരിശോധിച്ചാൽ അനേക ചർച്ചകളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. പൗലോസ് സ്ഥാപിക്കാത്ത സഭകൾക്ക് വേണ്ടി പോലും അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. ഭയങ്കര ഒരു സ്ട്രോങ് പ്രെയർ ലൈഫ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് പോൾ. കാരാഗ്രഹത്തിൽ കിടക്കുന്നത് കൊണ്ട് അദ്ദേഹം നിരന്തരമായി പ്രാർത്ഥിക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൽ പകർന്ന ദൈവകൃപയുടെ പ്രതിഫലനമാണ്. സാഹചര്യം നല്ലതുപോലെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ പറ്റിയതല്ലെങ്കിലും നാളെ അദ്ദേഹം മരിക്കുമെന്നുള്ള ഉറപ്പായി. നാളെ ഈ സുവിശേഷം ശക്തമായി മുന്നേറണം. എഫെസോസ് സഭയിൽ കർത്തൃവേലയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ ബലപ്പെടണം എന്നിങ്ങനെ ദൈവരാജ്യം സംബന്ധമായ കാര്യങ്ങൾ ഓർത്ത് he is praying, or let me say he is empowered to pray. ശരിക്കും അതാണ് ആത്മാവിൻ്റെ ശക്തി. നമ്മൾ ഈ ലേഖനം മുന്നോട്ട് പഠിക്കുമ്പോൾ 7-ാം വാക്യം 8-ാം വാക്യം ഒക്കെ തൊട്ട് 6 മുതൽ തന്നെ ആത്മശക്തിയെക്കുറിച്ച്
നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രധാനമായി സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി ലജ്ജ കൂടാതെ നിൽക്കുന്നതും സുവിശേഷത്തിന് വേണ്ടി കഷ്ടമനുഭവിക്കുന്നതും ആത്മപ്രേരണയാൽ ആത്മശക്തിയാൽ മാത്രമേ കഴിയുകയുള്ളൂ. നിസ്സാരമായിട്ട് ആരെങ്കിലും ഒന്ന് കളിയാക്കിയാൽ, ഒന്ന് അവഗണിച്ചാൽ, എന്തോ ഒരു മോശപ്പെട്ട വാക്ക് നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ തളർന്നു പോകുന്ന അനുഭവങ്ങളുള്ള ഒരു കാലഘട്ടമാണിത്. പക്ഷേ അപ്പോസ്തലനായ പൗലോസിന്റെ ഈ വളരെ മാതൃകാപരമായ ഈ അനുഭവങ്ങൾ നമുക്ക് പ്രചോദനം നൽകണം. Have you received the Holy Spirit? If you say yes, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ആത്മാവിന്റെ ശക്തിയുടെ ഓപ്പറേഷൻ കണ്ടോ? എല്ലാം എതിരായി നിൽക്കുകയാണ്. A government is against him. ലേഖനം വായിക്കുമ്പോൾ many of his close friends have left him, abandoned him. But he is staying faithful to God, and he is staying faithful to the gospel and encouraging the fresh new leadership. ഈ ആത്മാവിനെയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. ആ വാക്യങ്ങളിൽ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ സഹായകരമായി അദ്ദേഹത്തിനൊരു നിർമ്മല മനസാക്ഷി ഉണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പാപത്താൽ സ്റ്റെയിൻഡായി കിടക്കുന്നതല്ല, ശുദ്ധീകരിക്കപ്പെട്ട നിർമ്മല നിഷ്കളങ്കമായ ഒരു കോൺഷ്യൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു, which was very helpful for prayer. 5-ാം വാക്യത്തിലേക്ക്. 5-ാം വാക്യം ഞാൻ മലയാളത്തിലും വായിക്കാം, ഇംഗ്ലീഷിലും വായിക്കാം. കാരണം അങ്ങനെ വായിച്ചെങ്കിലേ അത് ശരിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഈ ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മലയാളത്തിൽ ചിലപ്പോൾ 4-ാം വാക്യത്തിൽ കാണുന്നത് ഇംഗ്ലീഷിൽ ചിലപ്പോൾ 5-ൽ കാണും. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് മാറിക്കിടക്കും. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഫോളോ ചെയ്യുന്നത് നമുക്കത് ധ്യാനിക്കാൻ സഹായകരമായിരിക്കും. ആ വിശ്വാസം ആദ്യം നിന്റെ വല്യമ്മ ലോവേസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. I am reminded of your sincere faith which first lived in your grandmother Lois and in your mother Eunice, and I am persuaded now lives in you also. ഇപ്പം മലയാളമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഇംഗ്ലീഷുടെ ആവശ്യം നമുക്ക് വരും എന്നതുകൊണ്ടാണ് രണ്ടും ഞാൻ ഇവിടെ വായിച്ചത്. നോക്കിക്കേ, 5-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന്. ആ വിശ്വാസം. 4-ാം വാക്യത്തിൽ പൗലോസ് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. 5-ാം വാക്യത്തിൽ ആ വിശ്വാസം, he's talking about the sincere faith of Timothy. നിർവ്യാജ വിശ്വാസം. എന്താണ് വിശ്വാസം? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സദ്വർത്തമാനം കേട്ടിട്ട് അതിൽ പൂർണ്ണമായി, യേശുക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിച്ചത് നിമിത്തം നമ്മെ പിതാവാം ദൈവം കുറ്റവിമുക്തരായി പ്രഖ്യാപിച്ചു. അതൊരു തുടക്കമാണ്. ആ വിശ്വാസം ദൈനംദിന ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വചനടിസ്ഥാനത്തിലുള്ള ക്രിസ്തീയ ജീവിതത്തിൽ വെളിപ്പെടണം. അതാണ് വിശ്വാസം. നിർവ്യാജ വിശ്വാസം, സിൻസിയർ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ കളിയല്ല, ഹിപ്പോക്രിറ്റിക്കൽ അല്ല, കാപഠ്യമുള്ളതല്ല, വളരെ ജെനുവിൻ ഫെയ്ത്ത്. ആ വിശ്വാസം ആദ്യം നിന്റെ വല്യമ്മയിലും അമ്മയിലും. ഏതാണ്? തിമോത്തിയിൽ കണ്ട നിർവ്യാജ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. 5-ാം വാക്യത്തിന്റെ അടുത്ത ഭാഗമാണ്. ആ വിശ്വാസം ആദ്യം നിന്റെ വല്യമ്മ ലോവിസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. എന്താ? കണ്ടോ? അതെ, വിശ്വാസം കാണാൻ കഴിയും.
അതാ ഞാൻ പറഞ്ഞത്, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതൊക്കെ നല്ലതാണ്. ആ വിശ്വാസം ജെനുവിൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി വർക്ക്ഡ് ഔട്ട് ഇൻ യുവർ ക്രിസ്ത്യൻ ലൈഫ്. കുടുംബത്തിൽ അത് വെളിപ്പെടണം, സമൂഹത്തിൽ അത് വെളിപ്പെടണം, നമ്മുടെ സാമ്പത്തിക ഇടപാടിൽ അത് വെളിപ്പെടണം, എല്ലാ മേഖലകളിലും വെളിപ്പെടണം. അല്ലാത്ത വിശ്വാസം എന്തോന്ന് വിശ്വാസം? ഇത് വളരെ ദൈവമക്കൾ ശ്രദ്ധിക്കണം. അപ്പൊ തിമോത്തിയിൽ Paul is persuaded. He saw this genuine faith. എന്നാൽ ഇത് വല്യമ്മയിലും അമ്മയിലും ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് ഈ 5-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ തിമോത്തിക്ക് ഒരനുഗ്രഹിക്കപ്പെട്ട ആത്മീക പൈതൃകമുണ്ടായിരുന്നു. ഇന്നെനിക്ക് പ്രധാനമായിട്ടും മാതാപിതാക്കളോടാണ് സംസാരിക്കാനുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? അതിലൊരു പ്രധാനപ്പെട്ട റീസൺ ആ വീട്ടിൽ ഒരുക്കപ്പെടുന്ന നല്ല സാഹചര്യമാണ്. ഒരു നല്ല പൈതൃകം, ഒരാത്മീയ ഭവനമായിരുന്നു. അമ്മയും വല്യമ്മയിലും ഈ വിശ്വാസം പോൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരു ദിവസം പൊട്ടി മുളച്ചിങ്ങനെ അങ്ങ് തിമോത്തി വന്ന് പിന്നീട് എഫെസോസ് സഭയിലെ ചാർജ് എടുത്തങ്ങ് പോകുന്നല്ല. There is a history behind it. എല്ലാവർക്കും ആഗ്രഹം, എൻ്റെ മോൻ അങ്ങനെ ആകണം, എൻ്റെ മോൾ ഇങ്ങനെ ആകണം. ഇത് 22-ാമത്തെ 25-ാമത്തെ വയസ്സിൽ കൈവച്ച് ശാസിച്ച് പ്രാർത്ഥിച്ച് ഇട്ട് കുലിക്കിയാലൊന്നും ആകത്തില്ല. ഇതിന് ഭയങ്കര വില കൊടുക്കണം. ഇതിന് മാതാപിതാക്കളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇതിന് വല്യപ്പന്റെയും വല്യമ്മയുടെയും ഒക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. തിമോത്തിയുടെ വീട്ടിൽ അമ്മയും വല്യമ്മയുമാണ്. which first lived in your grandmother Lois and in your mother Eunice. ആ വിശ്വാസം, അതിൻ്റെ ആഴം അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടത് പോൾ കണ്ടിട്ടുണ്ട്. തിമോത്തിയുടെ കുടുംബത്തിൽ ഞാൻ പറഞ്ഞു നല്ല പൈതൃകം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് വളരെ ഒരു അനുകൂല സാഹചര്യമായിരുന്നെങ്കിലും നമ്മളിത് വായിച്ചതനുസരിച്ച് അമ്മയും വല്യമ്മയും മാത്രമേ ഈ അനുഗ്രഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ അപ്പൻ മോസ്റ്റ് പ്രോബബ്ലി വാസ് നോട്ട് എ ബിലീവർ. അദ്ദേഹം ഒരു യവനായ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന ഒരു ആളാണെന്നാണ് അപ്പോസ്തല പ്രവൃത്തി 16-1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലുസ്ത്ര എന്ന് പറയുന്ന ആ സ്ഥലത്തെ സ്വദേശിയായിരുന്നു. അപ്പൊ നമ്മളതൊന്ന് മനസ്സിലാക്കുക. ആ കാലഘട്ടത്തിൽ ആ റോമൻ വേൾഡിൽ ഇങ്ങനെ ഒരു കുടുംബത്തിൽ അപ്പനാണ് സകലത്തിൻ്റെ മേലും അധികാരമുള്ളത്. അപ്പന്റെ ചൊൽപ്പടിയിലും അപ്പന്റെ നിയന്ത്രണത്തിലുമാണ് കുടുംബം. അതാണ് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നത്. ആ കുടുംബത്തിൽ അപ്പൻ വിശ്വാസത്തിലല്ലെങ്കിൽ ആ കുടുംബത്തിൽ എങ്ങനെയാണ് ആ കുടുംബത്തിന്റെ ആത്മീക നിലവാരം? തികഞ്ഞ അനുകൂല സാഹചര്യമല്ലെങ്കിലും അമ്മയും വല്യമ്മയും സുവിശേഷ സത്യത്തിന് വേണ്ടി കൂറോടെ നിന്നത് നിമിത്തമാണ് ഈ മകൻ ഇമ്പാക്റ്റ് ആകുന്നത്. ഭർത്താക്കന്മാർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട സഹോദരിമാരുണ്ട്. ഭർത്താക്കന്മാർ വിശ്വാസത്തിലല്ലാത്ത കുടുംബങ്ങൾ ഉണ്ട്. ഒന്നും പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഭർത്താവ് പെന്തിക്കോസിലാണെങ്കിലും ചൂടുള്ള വിശ്വാസിയല്ല. ഇതെല്ലാം ശരിയാ. പക്ഷേ അമ്മയുടെ റോളിൽ നിന്നാൽ, വല്യപ്പനും വല്യമ്മയും അവരുടെ റോളിൽ നിന്നാൽ നിങ്ങൾക്ക് അടുത്ത തലമുറയെ സുവിശേഷം കൊണ്ട് ഇമ്പാക്ട് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും കുടുംബത്തിൽ അപ്പനും അമ്മയും ഒരുമിച്ച് ഇമ്പാക്ട് ചെയ്താൽ അതാണ് ദാറ്റ്സ് ദ മോസ്റ്റ് ഐഡിയൽ സിറ്റുവേഷൻ.
പക്ഷെ ഇവിടെ അങ്ങനെയല്ല എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ എൻവയറൺമെന്റ് എന്ന് പറയുന്നത് അത് എല്ലാ നിലയിലും അനുകൂലമല്ലാഞ്ഞിട്ടും പിൻകാലങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിന്റെ സഹയാത്രികരായിട്ടും ഇപ്പോൾ ഈ കത്ത് ലഭിക്കുമ്പോൾ എഫെസോസ് സഭയിലെ ഒരു മൂപ്പനായിട്ടും ആകാൻ കാരണമുണ്ട്. എല്ലാ അമ്മമാരും ഇത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അപ്പൻ ഒരവിശ്വാസിയാകാനാണ് സാധ്യത. എന്നാൽ അമ്മ യുനീക്കയും വല്യമ്മ ലോയിസും വിശ്വാസികളാണ്. അമ്മ യുനീക്ക കർത്താവിന്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു യഹൂദ സ്ത്രീയാണ്. പിന്നീടാണ് അവരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പോൾ നയിക്കുന്നത്. ഇതുപോലെ ലോയിസും, അവരെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത് ഈ ജെനുവിൻ വിശ്വാസം. ഇപ്പൊ നോക്കിയ തലമുറകളായി ഗ്രാൻഡ് മദർ, മദർ ആൻഡ് ദ ഗ്രാൻഡ് സൺ ഓർ ദ സൺ, 3 തലമുറകളിൽ സിൻസിയർ ഫെയ്ത്ത് പോൾ കണ്ടു. ഇത് ചിന്തിക്കുമ്പോൾ വാട്ട് അബൌട്ട് യുവർ ഫാമിലി ആൻഡ് മൈ ഫാമിലി? വേറെ ആരെയും വഴിചാരല്ല ഇപ്പം. എനിക്ക് എൻ്റെ വല്യപ്പൻ അങ്ങനെയല്ല, ഭർത്താവ് ഇങ്ങനെയാണ്, ഭാര്യ, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ശരിക്കും ദൈവത്തിൻ്റെ വചനം, കർത്താവിൻ്റെ ദാസൻ ജെയ്സണിലൂടെയും ദൈവവചനത്തിന് പ്രാധാന്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ചില വാക്കുകൾ നമ്മളോട് സംസാരിച്ചത്. നിങ്ങൾ ഇവിടെ നോക്കുകയും ഒരു വിശ്വസ്തയായ ഭാര്യ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ എത്ര ഉന്നതമായ പവിത്രമായ ഒരു ദൈവിക വിളിയാണ് ഈ കുടുംബത്തിൽ ആ അമ്മ യുനൈക്കയ്ക്കുള്ളത്. ആ ഉന്നതമായ വിളിയിൽ അവർ നിൽക്കുന്നത് ബൈ പ്രൊമോട്ടിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. അല്ലാതെ രാവിലെ ഇറങ്ങി ഒരു ഭാഗ്യം തൂക്കിക്കൊണ്ട് ഏതാണ്ട് ജോലിക്ക് പോകുകയല്ല. മക്കളെ പ്രസവിച്ച് ഈ മക്കളെ കുറിച്ചുള്ള ഉത്തരവാദിത്വം അമ്മയുടേതാണ്, വല്യമ്മയുടേതാണ്, അപ്പൻ്റേതുമാണ്. ഇതൊന്നും ഓട്ടോമാറ്റിക്കായിട്ട് ദൈവകൃപയിൽ വരുന്നതല്ല. ഒരു ദിവസം ഞാൻ എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോൾ ഞാനിപ്പോൾ ഒരു ക്രിസ്ത്യാനിയായി. നോ, നിഷേധിക്കാൻ കഴിയാത്തതുപോലെ തിമോത്തിയെ ഇൻഫ്ലുവൻസ് ചെയ്ത ഗോസ്പലിന്റെ ഇംപാർട്ടേഷൻ, it definitely came through Paul, but also through the mother and grandmother. പിന്നെ ഇതിന് മുഴുവനും ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. You say that God gifted me with children. Praise God, you're right. And why did he gift you with the children? പ്രധാനമായി ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ അവരെ വളർത്താനാണ്. മുമ്പേ ആ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ പ്രയോറിറ്റികൾ ചേഞ്ചായി. മുട്ടയെന്ന് വിരിയുന്നതിന് മുമ്പ് തന്നെ നമുക്കെന്താണ്, ഏതാണ്ട് വലിയ സംഭവമാകണമെന്ന്. എന്നിട്ട് തന്നെ കിട്ടും, രക്ഷിക്കപ്പെട്ടില്ലേ നരകത്തിൽ പോവും, അത്രേ ഉള്ളൂ. ഇതേ ലേഖനത്തിൽ 3-ാം അധ്യായം നമ്മൾ കുറേ മണിക്കൂറുകൾ മെഡിറ്റേറ്റ് ചെയ്തതാണ്. അന്ത്യകാലത്തിൻ്റെ ലക്ഷണം പറയുക, ഭക്തിയുടെ വേഷം ധരിച്ചതിൻ്റെ ശക്തിയെ ത്യജിക്കുമെന്നുള്ളത്. ദാറ്റ് ഈസ് ദി എൻഡ് ടൈം റിലീജിയൻ. എ റിലീജിയൻ വിതൗട്ട് എനി റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. അതിൻ്റെ നടുവിൽ പോൾ പറയുകയാണ്, തിമോത്തി നീ പിടിച്ചു നിൽക്കണം. പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാ? ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ് വിച്ച് യു ഹാവ് ലേൺഡ് ഇൻ യുവർ ഫാമിലി. അപ്പൊ അവിടുത്തെ ചില വാക്കുകൾ, ശരിക്കും ഈ കുടുംബം ക്രിസ്തുവിങ്കിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇവർ യഹൂദ മതത്തിന്റെ ഭാഗമെന്ന നിലയിൽ ഇവർ വളരെ ഭക്തിയുള്ളവരായിരുന്നു. ഭക്തിയുള്ളവരും ഇവർ തിമോത്തിയെ പഴയ നിയമ തിരുവെഴുത്തുകൾ പഠിപ്പിച്ചിരുന്നു. 3:14 നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ
ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട്, ബാല്യം മുതൽ, ഫ്രം ചൈൽഡ്ഹുഡ് എന്തറിഞ്ഞു? തിരുവെഴുത്തുകൾ. തിരുവെഴുത്തുകൾ എന്നുള്ള ആ ഭാഷയുടെ അർത്ഥം ദി ഓൾഡ് ടെസ്റ്റമെന്റ്. ബാല്യം മുതൽ. എന്നിട്ട് 15-ാം വാക്യത്തിൽ നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക. നോക്കിയ വാക്ക്, നീ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും. കുറെ കാര്യങ്ങൾ തിമോത്തിയെ പഠിപ്പിച്ചിട്ടുണ്ട്. ആര്? ഇന്നവരോട്. ബഹുവചനത്തിലാണ് എഴുതിയിരിക്കുന്നത്, ബഹുവചനത്തിൽ. അർത്ഥം അത് ലോയസ് അതിനകത്ത് ആ വാക്കിലുണ്ട്, യുനേക്ക ആ വാക്കിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പൗലോസ് തന്നെ കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇന്നവരോട് പഠിച്ചത്. He was well trained in the word of God. പഴയ നിയമ സത്യങ്ങളിൽ അമ്മയും വല്യമ്മയും അവർക്ക് ദൈവം കൊടുത്ത കൃപയ്ക്കനുസരിച്ച് പഠിപ്പിച്ചു. എന്നിട്ട് ന്യൂ ടെസ്റ്റമെന്റ് വെളിപ്പാടുകൾ through Paul they came to know and he accepted the Lord Jesus. കുടുംബ പശ്ചാത്തലം വളരെ ശ്രദ്ധിക്കണം. നീ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും. ശരിക്കും ആത്മീക സത്യങ്ങൾ പഠിക്കണമെങ്കിൽ കേവലം മമ്മി ഇങ്ങനെ പറഞ്ഞു, വല്യമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, പറഞ്ഞു 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 അല്ല. അങ്ങനെ അല്ല പഠിത്തം. ലോയേസും യുനേക്കയും പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിച്ചു കാണിച്ചു. ആദ്യം ജീവിക്കുക, പിള്ളേരുടെ മുമ്പിൽ ജീവിക്കുക. ഓ, പണക്കൊതി ഒന്നും. എടാ, നീ വലിയ പണക്കൊതിയല്ലേ? ഇത് പിള്ളേർക്കറിയാം. എന്തുകൊണ്ടാ തലമുറകൾ ചേഞ്ച് ആകാത്തത്? We do not have a consistent life. Big talk ആണ്, പക്ഷെ വോക്കില്ല. എല്ലാ മാതാപിതാക്കളും ഇത് മനസ്സിലാക്കണം. Don't deceive yourself and don't deceive your children. എന്തൊരു നിശബ്ദത കണ്ടോ? പറയാൻ ആർക്കാ വയ്യാത്ത? പ്രസംഗിക്കാൻ. പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കുമ്പോഴാണ് മകനും മകളും. ഓ, അതാണ് ഇതിന്റെ അർത്ഥം. Why is my father doing that? Why is my mother sacrificially doing that? അത് ചോദിക്കുമ്പോൾ മാതാപിതാക്കൾ, മോനെ, this is the word and even it means material loss, we are going to abide by the word. ഇത് ആ കുട്ടിയുടെ അകത്ത് പതിയും. അല്ലാതെ കുടുംബ പ്രാർത്ഥനയ്ക്കകത്തിരുന്ന് വാചാലമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതല്ല, ജീവിതത്തിൽ കാണിക്കണം. And Lois and Uneka were like that. ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കണം. അപ്പൊ സ്പിരിച്വൽ കൺവിക്ഷൻസ് കൈമാറണമെങ്കിൽ കൃത്യമായി അവർക്ക് മനസ്സിലാകുന്ന നിലയിൽ പഠിപ്പിക്കുക മാത്രമല്ല, അത് കൺസിസ്റ്റന്റായി ജീവിതത്തിൽ പ്രായോഗികമാക്കണം. ഈ മുന്നേ ഇരിക്കുന്ന സകല എണ്ണത്തിലെ മാതാപിതാക്കളോട് ഞാൻ പറയാം, അല്ലെങ്കിൽ ഒന്നും നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചു, ഇതിനകത്തൊന്നും സൺഡേ സ്കൂൾ നല്ലതാണ്, സൺഡേ സ്കൂളിൽ ആളുകൾ രക്ഷിക്കപ്പെടും. പക്ഷേ അപ്പനും അമ്മയും ദൈവവചനം അനുസരിച്ച് അവരെ ജീവിച്ച് കാണിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ ഒളിച്ചോടുകയാണ്. വല്യമ്മമാർക്കും അതിനകത്ത് പങ്കുണ്ട്. ഇത് ഓർക്കണം. എന്നിട്ട് 14-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, ക്രിസ്തുവേശുവിങ്കൽ ഉള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകൾ. തിരുവെഴുത്തുകൾ പഴയ നിയമമാ. ആ പഴയ നിയമ തിരുവെഴുത്തുകളിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷപ്പെടാനുള്ള ദൂത് അടങ്ങിയിട്ടുണ്ട്. പഴയ നിയമത്തിലെ ഓരോ കാര്യങ്ങളും നമ്മളത് വായിക്കുമ്പോൾ മൊറാലിറ്റിയുടെ ലെവൽ, ഹോളിനെസ് എന്നീ കാര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് ഇത് ചെയ്യാൻ ഒക്കത്തില്ല. We come to the understanding that we are sinners in need of a savior. ക്രിസ്തുവേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷ അങ്ങനെ പെടുകയുള്ളൂ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ
പഴയ നിയമ ആളും പുതിയ നിയമ ആളും രക്ഷപ്പെടത്തുള്ളൂ. പഴയ നിയമത്തിലും ആളുകൾ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്, പുതിയ നിയമത്തിലും വിശ്വാസത്താലാണ്. പഴയ നിയമക്കാർക്ക് കൃത്യമായിട്ട് ജീസസ് എന്ന പേര് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം. ബട്ട് a Messiah is coming who will be sacrificed for our sins എന്നുള്ളത് അവർക്കറിയാം. സാക്രിഫൈസ് നടന്നിട്ടില്ലെങ്കിലും നടക്കാൻ പോകുന്ന സാക്രിഫൈസുകളുടെ നിഴലായിരുന്നു അവർ ഓരോ യാഗങ്ങൾ അർപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകൾ ദൈവത്തിന്റെ വചനം മതിയായതാണ്. വേറെ ഒന്നും വേണ്ട. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാണ്. അവള് വേണേ ഒന്ന് വായിച്ചോ, 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഈ തിരുവെഴുത്തുകളാണ് തിമോത്തിയെ ബാല്യം മുതൽ, ചൈൽഡ്ഹുഡ് മുതൽ പഠിപ്പിച്ചത്. ആര്? അമ്മയും വല്യമ്മയും. അമ്മ എന്ത് ചെയ്ത്? തൊഴിലുറപ്പിന് പോയിരിക്കുക. വല്യമ്മ എന്ത് ചെയ്യേ? നടക്കാൻ വയ്യായാലും വിസിറ്റിങ്ങാ, അങ്ങ് ഭയങ്കര വിസിറ്റിങ്. പ്രിയരെ, യഥാർത്ഥത്തിൽ കുടുംബജീവിതം എന്താണെന്നൊന്ന് ചിന്തിക്ക്. എന്തൊരു ഉത്തരവാദിത്വമാണിത്. മദർഹുഡ് എന്ന് പറയുന്നത്, ഒരമ്മയാകുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഒന്നോ എൻ്റെ കരിയറാണ് എനിക്ക് വലുത്. നിനക്കൊരു ചുക്കും അറിയത്തില്ല. അതുകൊണ്ടാ വീട്ടിൽ ഭാര്യയുടെ റോള്, അമ്മയുടെ റോള്, അത് ദൈവം ഡിഫൈൻ ചെയ്തതാണ്. ഇറ്റ്സ് ഹ്യൂജ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്തീയമായ അനുഭവങ്ങളിൽ നിൽക്കുന്നവരുടെ തലമുറകളൊക്കെ വല്ലാതെ പോകുന്നത്? നമ്മുടെ പ്രയോറിറ്റീസ് മാറി. ചിലയിടങ്ങളിൽ ഭർത്താവും ഭാര്യയും കൂടെ ജോലിക്ക് പോകും, ചിലയിടത്ത് ഭാര്യമാര് പോവും. ഇയാള് പൊട്ടറ്റോ ചിപ്സും കഴിച്ചുകൊണ്ട് സോഫായെ കിടന്നുറങ്ങും. ആ നിവൃത്തിയില്ല, അവക്ക് പോയേ നോക്കൂ. കൊച്ചിന് വല്ലതും കൊടുക്കണ്ടേ? ടി വി ഒക്കെ കണ്ട് പൊട്ടറ്റോ ചിപ്സും ഒക്കെ കഴിച്ച് ഒക്കെ വിട്ട് ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരത്തി ഒന്ന് വിളിക്കും, ഐ ആം അലൈവ്. ഇതാണോ കുടുംബജീവിതം? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കല്യാണമൊക്കെ ആലോചിക്കുമ്പോഴേ ലുക്ക് ഫോർ എ ഹൗസ് വൈഫ്. അതൊക്കെ എന്നേ പോയി. അപ്പൊ കൊച്ചുങ്ങളുണ്ടായാലോ? കൊച്ചുങ്ങളുണ്ടായാൽ ഞങ്ങളെ CCTV വെച്ചിരിക്കുക എല്ലായിടത്തും. ഞങ്ങൾ രണ്ടും ജോലിക്ക് പോകും. അതവിടെ കിടന്ന് ഇഴഞ്ഞും എഴുന്നേറ്റ് നിന്നും താണം വീഴും ഒക്കെ എന്നിട്ട് അവിടുന്ന് വിളിക്കും, മോനെ എഴുന്നേക്ക്. എന്നിട്ട് 22-ാമത്തെ 25-ാമത്തെ വയസ്സിൽ തലതിരിഞ്ഞ് പോകുമ്പോൾ ഏതെങ്കിലും ഉപദേശം എടുത്ത്, പക്ഷെ പ്രത്യേകം പ്രാർത്ഥിക്കണം, എൻ്റെ ആഗ്രഹം ഇവൻ സുശേഷവേല ചെയ്യണമെന്ന്. എൻ്റെ അടുത്ത് വരരുത്. വന്നാൽ ആദ്യം നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. സുശേഷവേല. അപ്പൻ്റെ അമ്മയുടെ റോളുണ്ട്. നമ്മൾ ഭയങ്കര അപരാധമാണ് ഈ പിള്ളേരോട് ചെയ്യുന്നത്. നമ്മുടെ അജണ്ടകൾ ഉള്ളിലിരിക്കുന്നതെല്ലാം മറ്റൊന്നാണ്. ദൈവവചനം വീട്ടിൽ പഠിപ്പിക്കുന്ന എത്ര അപ്പന്മാരും അമ്മമാരും ഉണ്ട്. ഫാമിലി റിട്രീറ്റ് ഉണ്ടായി, പക്ഷെ ഒന്നും ഓർക്കല്ലേ, എനിക്ക് വരാനൊക്കത്തില്ല. ബൈബിൾ സ്റ്റഡി ഉണ്ടോ? അയ്യോ പക്ഷെ ഭയങ്കര ആഗ്രഹം, പക്ഷെ വരാനൊക്കത്തില്ല. ഞായറാഴ്ച നോക്കട്ട് വരാൻ കൊള്ളാം. എന്നിട്ട് നിന്റെ മക്കൾ ആരാകണം? ഇന്റർനാഷണൽ പ്രീച്ചർ ആകണം. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങരുത്. അത് നല്ലതാ. ഫ്ലൈറ്റിൽ വേറെ ജോലി കിട്ടും, തൂക്കാനും തുടയ്ക്കാനും. അതിനകത്ത് വല്ലതും കയറും. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാതിരിക്കും. ദൈവവചനം പഠിപ്പിച്ച് മക്കളെ വിശ്വാസത്തിൽ നയിക്കാതെ. എന്താണ് പറ്റിയത്? എന്തുകൊണ്ടാണ് അവിശ്വാസികളുമായി ഇണയില്ലപ്പെട കൂടുന്നത്? കാരണം എന്താണ്? നിങ്ങൾ രക്ഷയല്ല ഈ മക്കളെ കുറിച്ച് ചിന്തിച്ചത്. ഞാൻ ഓർക്കുക, ഈ അമ്മയ്ക്കും വല്യമ്മയ്ക്കും ഇവർക്ക് വേറെ ഒന്നും, അവരുടെ ഒറ്റ ലക്ഷ്യം ഇതാണ്. ഒരു മോനുണ്ട്, ആ മോനെ ആത്മീകനാക്കണം. And then Paul came along and they accepted the Lord Jesus Christ. ഈ പഴയ നിയമം മുഴുവനും
അതിന് ഒരു ബേസ് ആയിരുന്നു. അവർ വെയിറ്റ് ചെയ്ത കാര്യമാണ് മസ്സയ. പോൾ വന്ന് പറയുന്നത് മസ്സയ ഹാസ് കം ആൻഡ് ഹി ഹാസ് ഗിവൻ ഹിംസെൽഫ്. ദേ അക്സെപ്റ്റഡ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ദ ലോർഡ്. വല്യമ്മമാർ ഇവിടെ ഇരിപ്പുണ്ട്. ടോയ്സ് മേടിച്ച് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ വചനത്തിലെ കാതലായ സത്യങ്ങൾ നിങ്ങളുടെ കൊച്ചു മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അവർ ദൈവകൃപ വിട്ട് മാറിപ്പോവും. അപ്പൊ ദൈവവചനത്തെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ് ലോയസിന്റെയും യുനൈക്കയുടെയും തിമോത്തിയുടെയും ഈ വീട്. അവർ ദൈവവചനത്തെ സ്നേഹിക്കുകയും പറയുകയും മാത്രമല്ല, ലോയിസിന്റെയും യുനൈക്കയുടെയും ജീവിതത്തിൽ ഈ വിശ്വാസം അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ കണ്ടു. കൈക്കൂലി കൊടുക്കേണ്ടടുത്ത് മുന്നേ നിന്ന് കൊടുക്കും. കള്ളവണ്ടി ഓടേണ്ടടുത്ത് കള്ളവണ്ടി ഓടും. സകലവിധ കാര്യം ഈ പിള്ളേർക്ക് അറിയത്തില്ല ഇത്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, പിള്ളേരുടെ അടുത്ത് ഇത് നടക്കത്തില്ല. ഒരു വ്യാജവും നടക്കത്തില്ല. രോഗമില്ലാത്തപ്പോഴും ഡോക്ടറുടെ അടുത്ത് ചെന്ന് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് എന്തെടുക്കും, കമ്പനി കൊണ്ട് കൊടുക്കും. ഒരാഴ്ച ഞാൻ കിടപ്പിലായിരുന്നു. അത് മേടിക്കാൻ പോയത് ചെറുക്കനാ. എങ്ങനെയുണ്ട്? എന്നിട്ട് ഡിസംബർ 31 എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ വഴികൾ, ചെറുക്കനിരുന്ന് കമണ് കിടന്ന് ചിരിക്കും അവൻ. ദൈവത്തിൻ്റെ വഴികൾ. ഈ വക്ര സ്വഭാവങ്ങൾ വിടണം. ഉള്ള നേരുള്ള പരമാർത്ഥ ഹൃദയമെന്നൊരു വാക്ക് തിരുവെഴുത്തിൽ നിങ്ങൾ കാണാൻ കഴിയും. പരമാർത്ഥ ഹൃദയമുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഇമ്പാക്ട് യുവർ ചിൽഡ്രൻ ഫോർ ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ദ ലോർഡ്. ആ വിശ്വാസം ആദ്യം നിന്റെ വല്യമ്മ ലോയിസിലും അമ്മ യുനൈക്കയിലും ഉണ്ടായിരുന്നു. നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പൊ അമ്മയും വല്യമ്മയും ആത്മീകരാണ്. അതുകൊണ്ടാണ് തിമോത്തി ഇത്ര ശക്തമായി ഇൻഫ്ലുവൻസ്ഡ് ആയത്. അവർ പറഞ്ഞതും പഠിപ്പിച്ചതും തിമോത്തിയുടെ മുൻപിൽ ജീവിച്ച് കാണിച്ചു. സ്വഭാവം അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിമോത്തി കൺവിൻസ്ഡ് ആയിരുന്നു. ആവർത്തന പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. ആവർത്തന പുസ്തകം 6-ാമത്തെ 6-7 വാക്യങ്ങൾ. ശരിക്കും ഈ യഹൂദ സഹോദരിമാരായ ലൂയിസും യുനൈക്കയുമൊക്കെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളാണ് അവരനുസരിച്ചത് എന്നാണ് ഈ 6-7 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും പോകുമ്പോഴും മൊബൈൽ ചൊറിഞ്ഞുണ്ടാവുന്നേ അല്ലേ? സൗകര്യത്തിന് പിള്ളേർക്ക് ഓരോന്നങ്ങ് മേടിച്ചു കൊടുക്കും. നീയും കളി, ഞങ്ങളും ചൊറിയാം. അതാണ് പറ്റിയ തകരാറ്. ഈ വാക്ക് ചില തർജ്ജമകളിൽ എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഇറ്റ് മീൻസ് ടു ഡ്രിൽ ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ ടു യുവർ ചിൽഡ്രൻ. നിരന്തരമായി ദൈവത്തിന്റെ വചനം. അതിന് ഞാനൊരു മെറ്റഫോർ പറയാം. കൽപ്പലകകളിൽ ദൈവത്തിന്റെ കൈ കൊണ്ട് വചനം എഴുതിയതുപോലെ, കൽപ്പലകകളിൽ കൊത്തി എഴുതുന്നത് പോലെ ഈ യുവതി യുവാവിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ വചനം drill it, impress it into their hearts. ഇതാണ് ലോയിസും യുനൈക്കയും ഫോളോ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. എത്ര ശക്തമായ നിലയിലാണ്. എല്ലാ മാതാപിതാക്കളും ഒരു കാര്യം മനസ്സിലാക്കണം. കുട്ടികൾ നമുക്ക് കർത്താവ് ദാനമായിട്ട് തരുന്നു. എന്നാൽ ആദാമ്യ സന്തതികൾ എന്ന നിലയിൽ ദേ ആർ ടോട്ടൽ റിബൽസ്.
ഞാൻ വൂഡി ബോക്കം പറഞ്ഞത് ഒരിക്കൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? They are like a viper in a diaper. ഇപ്പൊ കുഞ്ഞായിട്ട് കിടക്കുന്നുണ്ട്, അല്ലേ കൊത്തിയാലും നിന്നെ. അപ്പൊ എന്തിനാണ് ദൈവം തന്നിരിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞു, എൻ്റെ പൊന്നുമോൻ, എൻ്റെ പൊന്നുമോൾ, they are sinners. A sinful nature from Adam തലമുറകളായിട്ട് അവരിൽ വന്നിട്ടുണ്ട്. അവർ ജനിച്ചപ്പോൾ അവരിലും വന്നിട്ടുണ്ട്. They are born rebels. അവരോട് ദൈവവചനത്തിലൂടെ പാപമെന്താണ്, അവരൊരു പാപിയാണ്, പാപത്തിന് ദൈവത്തിൻ്റെ പരിഹാരം എന്താണ് എന്നുള്ള കാതലായ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. UK അഡ്മിഷൻ ഒരിടത്തുണ്ട്, 35 ലക്ഷമേ ആകുള്ളൂ. അങ്ങോട്ട് ചെല്ലേ. ഇപ്പൊ എല്ലാത്തിനും നല്ല ഒന്നാം ക്ലാസ് അടി കൊടുത്താ ഇങ്ങോട്ട് വിടുന്നത്. ഇതൊന്നുമല്ല വലിയ കാര്യം. UK പോയി, ന്യൂസിലൻഡ് പോയി. വാട്ട്സ് റോങ് വിത്ത് പീപ്പിൾ? നിങ്ങളുടെ മക്കൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? റിയലി, ജെനുവൻലി? ആ നിർവ്യാജ വിശ്വാസം നിന്നിൽ കണ്ടത് തലമുറയിലേക്ക് പതിഞ്ഞിട്ടുണ്ടോ? ദാറ്റ്സ് എ പോയിന്റ്. അതോ നിന്റെ കൂട്ട് തന്നെ ഒരു കളിപ്പീരുകാരനാണോ മോനും? നീയോ കളിപ്പീര്? നാക്കെടുത്ത് വളച്ചാൽ മോനും മോളിഞ്ഞ് അവരും ഇതാ കണ്ടത്. അവർക്കും അറിയാം ബെന്തിക്കോസ് എങ്ങനെ കളിക്കേണ്ടതെന്ന്. ഇത് ബെന്തിക്കോസും ക്രിസ്ത്യാനി ഇതൊന്നുമല്ല. യു ബിക്കം എ ചൈൽഡ് ഓഫ് ഗോഡ്. ലിവ് എ ക്രിസ്ത്യൻ ലൈഫ്. കളിപ്പീര് നിർത്തിവെക്ക്. ബി ജെനുവിൻ പേരൻസ്, കെയറിംഗ് ഫോർ യുവർ ചിൽഡ്രൻ. അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. ഇന്ന് ഞാൻ പറയുന്ന വാക്കുകൾ മാർക്ക് ഇറ്റ് ഡൗൺ. അന്നേരം എന്തുകൊണ്ട് ഇവിടെ ചിലർ പറയുന്നത്, എന്തോ ചെയ്യാനാ, എനിക്ക് ഇങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ 3 അല്ല 30 ഇരുന്നാലും നീ ഒപ്പിച്ച പണിയാണിത്. മോസസ് മനസ്സിലാക്കിയ ഒരു വലിയ കാര്യമാണ്, ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളിൽ നിൽക്കണമെങ്കിൽ വീടുകളിൽ വചനം പഠിപ്പിക്കണം. മോസസ് കൊടുത്ത കമാൻഡ്, ഡ്രിൽ ഇറ്റ്. സഭ എല്ലാ അനുകൂല സാഹചര്യങ്ങളുണ്ട്. യൂത്തിന് വേണ്ടി, സൺഡേ സ്കൂളിന് വേണ്ടി. മോസസ് ഡ്യൂട്രോണമിയിലെങ്കിലും സൺഡേ സ്കൂൾ തുടങ്ങാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് നമുക്ക് സഹായമാ. വീട്ടിലാണ് ഇത് ചെയ്യേണ്ടത്, വീട്ടിൽ. അതുകൊണ്ടാണ് മാതാപിതാക്കളോട് മോസസ് തിരുവെഴുത്തിലൂടെ പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം വീട്ടിൽ ഡിസ്കസ് ചെയ്യണം പിള്ളാരോടൊപ്പം. അവരുടെ മനസ്സിനെ ഗൈഡ് ചെയ്യേണ്ടത് വചനമാണ്. അവരെ നിയന്ത്രിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് പലർക്കും പരാജയം? നമ്മുടെ അജണ്ടകൾ അവർ കാണുന്നു. സ്തോത്രം. ഇന്നത്തെ മോഡേൺ ക്രിസ്തീയ കുടുംബങ്ങളിൽ പറ്റിയത്, ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി പ്ലെയിൻ, കുഞ്ഞുങ്ങൾ അവഗണിക്കപ്പെടുകയാണ്. എങ്ങനെ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ദൈവവചനത്തിൻ്റെ, ഞാൻ നിങ്ങളോട് സിമ്പിൾ ചോദിക്കുക, സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നാളെ പരീക്ഷയാണ്. പരീക്ഷയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം ദൈവത്തിൻ്റെ വചനം ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ അർത്ഥം അവരുടെ ഉള്ളിലിടാൻ നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഇന്നെന്താ കണ്ടില്ലല്ലോ കുഞ്ഞിനെ? അയ്യോ നാളെ പരീക്ഷ, പ്രധാനപ്പെട്ട പരീക്ഷ അല്ല, പരീക്ഷ തോറ്റാ എന്നാ? അയ്യോ തോറ്റ 1 വർഷം പോവും. എങ്ങോട്ട് പോവും? യുഗാണ്ടയ്ക്ക് പോകും. ഒന്നും സംഭവിക്കാനില്ല ഇവിടെ. ആരും തോറ്റാൽ ഒന്നും സംഭവിക്കാനില്ല. ബട്ട് ഇഫ് യുവർ ചൈൽഡ് ഇസ് നോട്ട് ബോൺ അഗെയിൻ, ദാറ്റ് ചൈൽഡ് വിൽ ഗോ ടു ഹെൽ. വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കണം. ബട്ട് ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ യു. കാരണം സിസ്റ്റം അങ്ങനെ നമ്മുടെ മൈൻഡിനെ മോൾഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് മുഴുവനും വിതച്ചത് കൊയ്യുകയാണ്. ചേഞ്ച്, റിപ്പന്റ്, റിട്ടേൺ ടു ദ ലോർഡ്. കമണ് വീഴണം ദൈവസന്നിധിയിൽ, കരയണം. കർത്താവേ, എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്തില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് ദൈവത്തോട് പറയണം. ഞാൻ പല കല്യാണങ്ങളെ ഇങ്ങനെ നടത്തുന്നു.
വാസ്തവത്തിൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അതല്ല. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ആരെങ്കിലും വിളി, ഞാൻ ലീഡൊക്കെ ചെയ്ത് അങ്ങനെ പോവാം. അതൊക്കെ ഓക്കെ. ഇപ്പോൾ ഒരുപാട് കല്യാണങ്ങൾ നടന്നേ. ഐ ഡൗട്ട് വെദർ ഓൾ ആർ ബോൺ അഗൈൻ. അവിശ്വാസിയുമായി ഇണയില്ലപ്പെട കൂടരുത് എന്ന് പറഞ്ഞാൽ എന്താ? അത് സമുദായത്തിൽ നിന്നൊന്നും എടുക്കരുത്, അക്രൈസ്ത ഒന്നും എടുക്കരുത്. പിന്നെ എവിടെ നിന്ന് എടുക്കണം? ബെന്തിക്കോസിൽ നിന്ന് എടുക്കണം. പെന്തിക്കോസിൽ ആരാ വിശ്വാസി? ചിലപ്പോൾ ഞാൻ ഓർക്കും, 2 അവിശ്വാസികൾ തമ്മിലാണോ ഈ കല്യാണം കഴിക്കുന്നത്? പെന്തിക്കോസിലുള്ളവരെല്ലാം സ്വർഗത്തിൽ പോകുന്നവരല്ല. പെന്തിക്കോസിലുള്ളവരെല്ലാം വിശ്വാസികളും അല്ല പ്രിയരെ. ആര് പറഞ്ഞു നിങ്ങളോടിത്? അത്രമാത്രം ഗുരുതരമായ സ്ഥിതിയാണ്. ഞാൻ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുകയാണ്. നടന്ന കല്യാണം എല്ലാം അങ്ങനെ ആണെന്നല്ല. ഐ എം ജനറലൈസിങ് സോ ദാറ്റ് ദ പോയിന്റ് വിൽ ഹിറ്റ് യു. ഇതെന്താണ്? വീട്ടിൽ പഠിപ്പിച്ചതാണ്. വീട്ടിൽ വേറെയായിരുന്നു. വലിയ വിലയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനിയും ഇങ്ങനെയുള്ളവർക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ അതിവിടെ കിടക്കും. ഇങ്ങനെ തലമുറയായിട്ട് പോവുക. എത്ര ഭയാനകമാണിത്! ജീവനുണ്ടെന്ന് പേരുണ്ട്, പക്ഷേ ആക്ച്വലി യു ആർ ഡെഡ് എന്നാണ് സർദീസ് സഭയോട് കർത്താവ് പറയുന്നത്. ഇളക്കവും പെരുക്കവും സ്വോത്രവും അന്യഭാഷയൊക്കെ പറയും. ഇസ് ദർ ലൈഫ്? പിള്ളേര് കാണുമ്പോൾ മാതൃകാപരമാണോ? തിങ്ക്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് കൺവിക്റ്റിംഗ് യു, ചേഞ്ച്. ഉപദേശിമാരോടും എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ആധുനിക തലമുറയിൽ കർത്താവിൻ്റെ വേല നല്ലതല്ലേ? നല്ലതാ. കുഞ്ഞുങ്ങളെ അവഗണിച്ചാൽ ദാറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം. ആധുനിക കുടുംബങ്ങളിൽ 2 പേർക്കും ജോലി വേണം. ഞാൻ ഇത്രയും പഠിച്ചല്ലോ, കരിയർ വേണം. അപ്പൊ ഈ കുഞ്ഞിനെ നോക്കും, ആയക്കുഞ്ഞ്. പിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, ബന്ദിക്കോസ്തുകാരി വരുമോന്ന്. കൊള്ളാം. CCTV ക്യാമറയോട് കണ്ടുകൊണ്ടിരിക്കും. ഇതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഗൾഫ് മേഖലകളൊക്കെ ഉള്ളത്. യു ആർ ഗോയിങ് ടു ഗിവ് എ ഹെവി പ്രൈസ് മൈ ഡിയർ ബ്രദേഴ്സ്. മദർഹുഡ് വലിയ ഗിഫ്റ്റിംഗ് ആണ്. കല്യാണം കഴിച്ചോ? ദൈവം ദാനമായി കുഞ്ഞിനെ തന്നോ? അമ്മ എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. സ്തോത്രം. കുടുംബ പ്രാർത്ഥനയുണ്ടോ? ഉണ്ട്, വല്ലപ്പോഴും ഒക്കെ ഉണ്ട്. കുടുംബ പ്രാർത്ഥനയിൽ എന്താ പദ്ധതി? എന്താ? ലോയസും യുനേക്കയും ഒക്കെ നമ്മുടെ കുടുംബ പ്രാർത്ഥന പോലാണോ? വേഗമാട്ട്. ഇതല്ലായിരുന്നു ലോയസിന്റെ യുനേക്കയുടെയും കുടുംബ പ്രാർത്ഥന. ദൈവത്തിന്റെ വചനം വായിക്കുകയും പങ്കുവെക്കുകയും ഷെയർ ചെയ്യുകയും അർത്ഥം മനസ്സിലാക്കി കൊടുക്കുകയും, മോനെ പപ്പായും മമ്മയും നോക്ക്, എന്ത് കടുത്ത വിലയാണ് നിങ്ങളിൽ ചിലർ കൊടുത്തത്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം, അതിന് 18-19 വാക്യം. ആകയാൽ നിങ്ങൾ എൻ്റെ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ചും നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. അവരിത് അക്ഷരാർത്ഥത്തിൽ ചെയ്യാൻ തുടങ്ങി യഹൂദന്മാര്. വാസ്തവത്തിൽ ഇതിനകത്ത് അന്തർലീനം ആയി കിടക്കുന്ന അർത്ഥമെന്ന് പറയുന്നത് വചനം ചിന്തിക്കുക, വചനപ്രകാരം ജീവിക്കുക, ചെയ്യുക എന്നൊക്കെയാണ്. അവരാ പോയിന്റ് വിട്ടിട്ട് അക്ഷരാർത്ഥത്തിൽ പട്ടയൊക്കെ കെട്ടി നടക്കാൻ തുടങ്ങി. അടുത്ത വാക്യം കൂടെ 19. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം. മക്കള് സ്പോഞ്ച് പോലെയാണ്. ഈ വളരുന്ന നിങ്ങൾ എന്തു പഠിപ്പിച്ചാലും വെള്ളത്തിനകത്തോട്ടൊരു സ്പോഞ്ച് ഇടുമ്പോൾ കംപ്ലീറ്റ് ഒപ്പിയെടുക്കുന്ന പോലെ ഇങ്ങനെ എടുക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിള്ളേര് നമ്മളെക്കാട്ടിലെന്ത് വിദഗ്ധമായിട്ടാണ് ഇത് പരിപാടി. അതെന്താണ്? അമ്മയെ പഠിപ്പിച്ചതാ ട്യൂഷൻ. മോൻ ഇവിടെ തൊട്ടാ മതി, ഇവിടെ തൊട്ടാ മതി. Teach them to your children.
തിമോത്തിയോസിന്റെ പിതാവ് ഒരു പക്ഷെങ്കിൽ വിശ്വാസി ആകാൻ സാധ്യതയില്ല. എന്നിട്ടും ഈ അമ്മയും വല്യമ്മയും ഉത്തരവാദിത്വ ബോധത്തോടെ അവർ നോക്കുകയും പഠിപ്പിച്ചത് ജീവിച്ച് കാണിച്ചു. കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും തമ്മിൽ എങ്ങനെയായിരുന്നു? കർത്താവ് ഒരുപാട് പ്രസംഗങ്ങൾ പ്രസംഗിച്ചു. ശിഷ്യന്മാർ നോക്കുമ്പോൾ പ്രസംഗം മാത്രമല്ല, they saw the teaching in the life and ministry of Jesus. ഞാനിപ്പോൾ ഇവിടുന്ന് പുൾപിറ്റിൽ നിന്ന് കാര്യം പറയുന്നത്, നിങ്ങൾ തിരിച്ചിങ്ങോട്ട് നോക്കുമ്പോൾ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഈ പ്രസംഗത്തിന് എന്താണ് വാലിഡിറ്റി? അപ്പൊ ഞാൻ പറയും ബൈബിളിൽ അങ്ങനെ ഉണ്ട്. അപ്പൊ നിങ്ങൾ പറയും ബൈബിളിൽ അങ്ങനെ ഉണ്ട്, എന്റെ ബൈബിളിലും ഉണ്ട്. Live the message. ഓരോ വാല്യൂസും നിങ്ങളുടെ മക്കൾ നോട്ട് ചെയ്യണം. എന്നിട്ട് അവരോട് പറയും, because the word says so. അവരുടെ അകത്തോട്ട് ഇത് ഡ്രിൽ ചെയ്യണം. അവർക്ക് മനസ്സിലാകണം പപ്പായും മമ്മയും കോംപ്രമൈസ് ചെയ്യത്തില്ല. വചനം എങ്ങനെയാണ്? we are not going to compromise. പപ്പായും മമ്മിയും കാണുമ്പോ വല്ലതും പഠിക്കാനുണ്ടോ? മക്കളോടൊക്കെ നല്ലതാ, പക്ഷേ കടക്കാരനോട് വിളിച്ച് പറയുന്ന വാക്കുകളെ അത് നല്ല ഭാഷയുണ്ടല്ലോ, അതവൻ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട്. അവന് മനസ്സിലായി പാസ്റ്ററുടെ മുൻപിൽ ആ പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറയുമ്പോൾ അവൻ അറിയാം ഇയാളൊരു നുണയനാണ്. അപ്പനെ കുറിച്ച് അവൻ വിലയിരുത്തി കഴിഞ്ഞു, അവൻ നുണയനാണ്. ഇതിനെല്ലാം പിൻപി ചൂട് കയറ്റുന്നത് ഈ അമ്മയാണ്. അവനറിയാം, ഒന്നും പറയാനൊക്കത്തില്ല. ഖാന വേണ്ടേ? നിങ്ങളാണ്, മാതാപിതാക്കളാണ് ഈ കടുങ്കൈ കാണിച്ചത്. ചേഞ്ച് ചെയ്യുക, മാനസാന്തരപ്പെടുക. ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കല്യാണം എല്ലാവരും കഴിക്കണം, അല്ലെ പിന്നെ നിങ്ങൾക്ക് സെലിബസിയുടെ വരദാനമുണ്ട്. അങ്ങനെയാണ് വേണ്ട. കല്യാണം കഴിച്ചാൽ പുരുഷന് റോളുണ്ട്. ഇവിടെ ആ പുരുഷന് അവിശ്വാസി ആകാനാണ് സാധ്യത. അതുകൊണ്ട് അദ്ദേഹം സൈലന്റ് ആണ്. നമ്മുടെ ഇവിടെ പുരുഷനും സ്ത്രീയും ചേർന്നാണ് കുഞ്ഞുങ്ങളെ അവരിൽ ഈ ദൈവത്തിന്റെ വചനം ഇമ്പാർട്ട് ചെയ്യേണ്ടത്. ഫാദറിന്റെ റോളുണ്ട്, മദറിന്റെ റോളുണ്ട്, ഗ്രാൻഡ് മദറിന് റോളുണ്ട്. എന്നിട്ട് ഇതെല്ലാം ദൈവം തരുന്ന ഉത്തരവാദിത്വം റോളാണ്. അമ്മയാക്കിയത് ദൈവമാണ്. ദൈവം നിങ്ങളെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. അല്ലാതെ നിങ്ങളുടെ കടയും വണ്ടിയും ഇതൊന്നും അല്ല വിഷയം. നമ്പർ 1 ഈസ് യുവർ ഫാമിലി. ദൈവം കഴിഞ്ഞാൽ പിന്നെ കുടുംബം. ആ കുടുംബത്തെ ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് നമ്മൾ വളർത്തേണ്ടത്. കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കണം. ബി ഓൺ ദ സെയിം പേജ് as you impart the truths to your children. രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്കുകയും ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കണം. അപ്പൊ തിമോത്തിയെ പഠിപ്പിച്ച പലരും ഉണ്ട്. ഞാൻ പറഞ്ഞത് ബഹുവചനത്തിലാ. ലോയിസ് ഉണ്ട്, യുനേക്ക ഉണ്ട്. ഞാൻ പറഞ്ഞു പൗലോസും ഇതിനകത്തുണ്ട്. പൗലോസ് നിജപുത്രൻ എന്ന് വിളിക്കുമ്പോൾ പോൾ ഈസ് സ്പിരിച്വൽ ഫാദർ ടു തിമോത്തി. അത് മാത്രമല്ല, പോൾ ഈസ് ഹിസ് ഇന്റിമേറ്റ് ഫ്രണ്ട്. യു ബി കെയർഫുൾ വെൻ യു ചൂസ് ഫ്രണ്ട്സ്. 2 തിമോത്തി 1:13 നോക്കിയേ. എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. 2-ാം അധ്യായം 2-ാം വാക്യം. നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പി. Paul imparted the gospel, the word. ആത്മീക പിതാവെന്ന് മാത്രം കാണാതെ ഒരു നല്ല സ്നേഹിതൻ ദൈവത്തിന്റെ ദാനമാണ്. എനിക്ക് പറയാൻ നിങ്ങളോട് നിയോഗമുണ്ട്. നിങ്ങൾ തമ്മിൽ കൂട്ടുകൂടുമ്പോൾ പരസ്പരം ദൈവത്തിന്റെ വചനത്തിൽ ഉറപ്പിക്കുകയാണോ, വെല്ലോന്റെ വെല്ലോം പറഞ്ഞ് പരസ്പരം മനസ്സ് കറപ്റ്റഡ് ആകുകയാണോ? ഞാൻ ചിലരെയൊക്കെ ഓർത്തിട 10, 70, 75 വായിച്ചു, ഇതുവരെ പഠിച്ചില്ലല്ലോ. ഇനിയും പഠിക്കത്തുമില്ല. ടേഡായി കഴിഞ്ഞാൽ പിന്നെ ടേഡായ ഒന്നും ഏത് ആചാര്യം ഇട്ട് പിടിച്ചാലും പണ്ടാരാണ്ട് പറഞ്ഞ പോലെ
വളഞ്ഞ് വളഞ്ഞ് പൊളഞ്ഞ് താഴെ വീണ് അവിടെ പൊട്ടി മുളച്ച് പിന്നെയും വളഞ്ഞാൽ പിന്നെ ഇതിനെ എവിടെ ഇട്ട് നൂർക്കും? നമ്മൾ വീട് സന്ദർശനമൊക്കെ ഉണ്ടല്ലോ, കാണുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ലൈറ്റർ മൊമെന്റ്സ് ഉണ്ട്. പക്ഷേ ഈ സ്നേഹിതരായി അടുക്കുമ്പോഴും, ഞാൻ നിങ്ങളുടെ വീട് വിസിറ്റ് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും വാച്ച് ചെയ്യുകയാണ് ആളുകൾ. തിമോത്തി അമ്മയെയും വല്യമ്മയും വാച്ച് ചെയ്ത വിശ്വാസം, പോളിനെ വാച്ച് ചെയ്തു. വാച്ച് ചെയ്യുമ്പോഴെന്താണ്? ഹി വാസ് ഇമ്പാക്റ്റഡ്. മക്കളെ ഇമ്പാക്ട് ചെയ്യാം, സ്നേഹിതരെ ഇമ്പാക്ട് ചെയ്യാം, by the word of God and by living the gospel. നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മുടെ സ്നേഹിതരാണ്. നിങ്ങൾ ഈ 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നോക്കിയേ, 10-11. നീയോ, പൗലോസ് പറയാ, എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യത്തിലും ലുസ്ട്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവം കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിലും നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. നിങ്ങൾ നോക്കിയാൽ, നീ എൻ്റെ ഉപദേശം നിനക്കറിയാം, നടപ്പും അറിയാം, ഇതെല്ലാം പറഞ്ഞതിൻ്റെ ഉദ്ദേശവും നിനക്കറിയാം. അതാണ് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നത്. എത്ര കുടുംബജീവിതമാണ് തകരുന്നത്? വൈ? It's not founded on the gospel. ദൈവവചനത്തിലല്ല. എല്ലാം ഒരു നാടകമായിരുന്നു. നാടകം എല്ലാം പൊളിച്ചു. ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. കഴിഞ്ഞ ദിവസം കർത്താവ് എനിക്ക് തന്ന ഒരു ചിന്തയാ. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റാറ്റസിലൊക്കെ ഇടുന്നുണ്ട്. ന്യൂ ലൈഫിൽ വന്ന് വചനം കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോത്തില്ല. വചന കേൾവി അനുഗ്രഹമാ. പക്ഷെ നിങ്ങളുടെ ഭാഗത്തിൽ ഒരു എഫേർട്ടുണ്ട്. ഈ കേട്ട വചനം പ്രായോഗികമാക്കണം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ അല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇഫ് യു ഹാവ് എ ബിഗ് സ്റ്റഡി ബൈബിൾ, മക്കാർദർ ബൈബിൾസ്, എന്താ സ്റ്റഡി ബൈബിൾ, അതങ്ങോട്ട് വെച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്ത്, മക്കാർദർ ബൈബിൾസ്, സ്റ്റഡി ബൈബിള് നെഞ്ചത്ത് വെച്ചോണ്ട് ഈ നെഞ്ചിനകത്തിരിക്കുന്ന ആ ഓർഗൻ മാറുന്നില്ല, ഹൃദയം മാറത്തില്ല. ഇത് വായിച്ച് ഹൃദയത്തിന് ശുദ്ധീകരണം നടക്കണം. ഞാൻ എൻ്റെ മക്കളെ ഏറ്റവും വലിയ സ്കൂളിലാണ് വിട്ടത്. ഏറ്റവും വലിയ സ്കൂള് മാത്രമല്ല, ഏറ്റവും നല്ല ക്ലാസ് ടീച്ചർ, PhD കാരിയാ. അതുകൊണ്ട് നിന്റെ മകനും മകളും പാസ്സാകത്തില്ല. പഠിച്ചേ പോകൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുഃഖം കൊണ്ട് പറയുകയാണ്, നിങ്ങളിന്ന്, കാരണം നമ്മൾ അതുപോലെ മരവിച്ചു പോയി. എന്നിട്ട് 25-30 വയസ്സാകുന്ന പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇത് എങ്ങനെ തീരുമെന്നാ പറയുന്നത്? നിങ്ങൾ കാണിച്ചു കൊടുത്ത പെന്തിക്കോസ് ഒരു ഡിസപ്ഷൻ ആയിരുന്നു പലപ്പോഴും. ഹാവ് യു ബീൻ ജെനുവിൻ ബിഫോർ യുവർ ഗ്രാൻഡ് ചിൽഡ്രൻ ആൻഡ് ചിൽഡ്രൻ? ബി ജെനുവിൻ. ഒരു വക്രതയ്ക്കും കള്ളത്തരത്തിനും കൂട്ടുനിൽക്കാതെ ക്രിസ്തീയ അനുഭവത്തിൽ നിൽക്കുക. കാര്യത്തോടടുക്കുമ്പോൾ പണത്തോടുള്ള നിങ്ങളുടെ മനോഭാവം, പ്രാർത്ഥനയോടുള്ള മനോഭാവം, സഭയോടുള്ള മനോഭാവം, സഭാ നേതൃത്വത്തോടുള്ള മനോഭാവം ഈ പിള്ളേർ കാണുകയാണ്. ചേഞ്ച് ആകത്തില്ല. അവരുടെ ഉള്ളത്തിൽ അത് പതിയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. 5-ാം വാക്യം മാത്രമാണ്. ഒന്ന് വായിച്ച് 5-ാം വാക്യം. ആ വിശ്വാസം എന്ന് പറഞ്ഞ ഈ നിർവ്യാജ വിശ്വാസം, തിമോത്തിയിലുള്ള നിർവ്യാജ വിശ്വാസം ആദ്യം നിന്റെ വല്യമ്മ ലോയിസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. അത് കണ്ടതാണ് തിമോത്തി. ആ കുടുംബത്തിൽ നല്ല പൈതൃകമുണ്ട്. അവർക്ക് മനസ്സിലായ സത്യങ്ങൾ തിമോത്തിയിൽ ഇമ്പാർട്ട് ചെയ്തു. തലമുറയായിട്ട് ഒരാത്മീക പൈതൃകം നല്ലതാണ്. അപ്പൊ ഒരു കാര്യം ഇവിടെ എടുത്തു പറയാം, രക്ഷ ട്രാൻസ്ഫറബിൾ അല്ല കേട്ടോ. രക്ഷയ്ക്ക് സഹായമായിട്ടുള്ള തിരുവെഴുത്ത് പറഞ്ഞു കൊടുത്തു. തിമോത്തി വ്യക്തിപരമായി രക്ഷപ്പെടണം. ഞാൻ രക്ഷപ്പെട്ടു.
എന്നെ മോനും രക്ഷപ്പെട്ടു, എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക, എന്നിട്ട് കൊച്ചുമക്കളും രക്ഷപ്പെട്ടു. നോ 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 നോ, അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകരുത്. വായിച്ചു. നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു തിമോത്തി. You are a genuine person. Why is he saying that? How do you know somebody's faith which is in the heart? ആ ഏറ്റു പറഞ്ഞ വിശ്വാസം പോലെ നടപ്പ്. Paul is persuaded this man is genuine. എന്നിട്ട് അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ, അത് 6-ാം വാക്യം, അതുടങ്ങ് വായിച്ചു. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. മതി. ഞാൻ ഇവിടെ ഈ മെസ്സേജ് നിർത്തുകയാണ്. ആരംഭ സ്റ്റേജുകൾ നമ്മളിങ്ങനെ പഠിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ചയിൽ എന്തായിരിക്കും പ്രസംഗം നിങ്ങൾക്ക് തന്നെ അറിയാം. ദൈവഹിതമെങ്കിൽ 6 മുതലുള്ള വാക്യമാണ്. അല്ല, അന്നേരം നമുക്കൊരു ദൂത് കിട്ടത്തില്ലയോ? വന്നിരിക്കുന്നവരുടെ കൃത്യമായിട്ടുള്ള ദൂത് അതിലൂടെ കിട്ടും. സ്തോത്രം. എക്സ്പോസിഷനിലായിട്ട് പോയാൽ ചിലർ ചിന്തിക്കുന്നത് ദൂതില്ലെന്നാ. നോ, ദൂതുണ്ട്. ഇന്ന് നമ്മൾ ധ്യാനിച്ചത് ഇതാണ്. ഒരു തിമോത്തി ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ച് വന്നതല്ല. ഇതിൻ്റെ പിൻപിൽ ഒരമ്മയുടെയും വല്യമ്മയുടെയും കരമുണ്ട്. അത് ചുമ്മാതെ പറഞ്ഞതല്ല, ഒരു അപ്പോസ്തോലൻ സർട്ടിഫൈ ചെയ്യുക. ഇതിന് പിൻപിൽ ഒരു സ്നേഹിതൻ, ഒരാത്മീക അപ്പൻ്റെ കരമുണ്ട്. ഇതെന്തിനാ ഇതെല്ലാം പറയുന്നത്? തിമോത്തിയെ എൻകറേജ് ചെയ്യുക. മാൻ, യു ആർ എ ജെനുവിൻ പേഴ്സൺ. താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, യു ബി സ്ട്രോങ്. സ്തോത്രം, സ്തോത്രം. അല്ലാതെ 17-ാമത്തെ 18-ാമത്തെ 20-ാമത്തെ 25-ാമത്തെ വയസ്സിൽ കൊണ്ട് സ്നാനപ്പെടുത്തിയാൽ ആരും ചൊവ്വാകത്തില്ല. ചൊവ്വാകണമെങ്കിൽ അടിത്തറ ദൈവവചനമായിരിക്കണം. ഇനിയെങ്കിലും അമ്മമാരെ, നിങ്ങളുടെ വാല്യുബിൾ റോള് നിങ്ങൾ തിരിച്ചറിയുക. ബൈബിളിലെ നിങ്ങൾ അമ്മമാരെയൊക്കെ ഒന്ന് നോക്ക്. മോസസിനെ ഇമ്പാക്ട് ചെയ്തത് ആരാണ്? പേരൻസ്. അമ്മയുടെ ഇത് വലിയ റോളല്ലായിരുന്നു. ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ ഇമ്പാക്ട് ചെയ്തത് ആരാണ്? മാതാപിതാക്കൾ സകല നീതിയിലും അവര് ജീവിച്ചവരല്ലേ? എലിസബത്ത് വാസ് എ പവർഫുൾ വുമൻ. പഴയ നിയമം പുതിയ, നിങ്ങൾ നോക്ക്. ഹന്നയെ കുറിച്ചൊക്കെ എത്ര പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. പഴയ നിയമം പുതിയ നിയമം എല്ലാം നോക്ക്. ഇതെല്ലാം വിട്ട് നമുക്ക് ഭയങ്കര ചതിവുണ്ടായി ആധുനിക കാലത്ത്. ലെറ്റ്സ് മേക്ക് മണി. ഇങ്ങനൊന്നും ഇരുന്നാ പോരാ. മേക്ക് മണി. പെൺപിള്ളാരെ കർത്താവ് ദാനമായി തരുമ്പോൾ നല്ല പോലെ കുക്കിംഗ് പഠിപ്പിച്ച് ഒരു ഹൗസ് വൈഫാക്കി അവനെ ഉണ്ടാക്കണം. നിങ്ങൾ ട്രെയിൻ ചെയ്യണം. പക്ഷേ അങ്ങനെ ഇപ്പോൾ ആരെയും കിട്ടില്ല, ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ലോകപ്രകാരം ഓടണമെന്നില്ല. ന്യായമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക. ഒരു കുടുംബം ഹോം മേക്കർ ആക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പല ഹോം മേക്കേഴ്സ് ഉണ്ട്. അവരൊക്കെ അൺഎഡ്യൂക്കേറ്റഡ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എഡ്യൂക്കേറ്റഡ്. മാതാപിതാക്കൾ ഈ ഹൈ തിങ് കുത്തിവെച്ചില്ല. അതാണ് തെറ്റിയത്. എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ യു ക്യാൻ ബി ഹംബിൾ. എ ഹംബിൾ ക്രിസ്ത്യൻ ഹു സെർവ്സ് ദ ലോർഡ് ബൈ സെർവിങ് ദ ഫാമിലി. ലിസൺ, എൻ്റെ ഉള്ളത്തിൽ ഇന്ന് ഞാനിതിങ്ങനെ ചിന്തിച്ചപ്പോൾ പറയാൻ എൻ്റെ ഉള്ളത്തിൽ പ്രേരണ ഉണ്ടെന്ന് ഞാൻ പറയാം. എൻ്റെ മകൻ ജോമോന് അവൻ്റെ ആഗ്രഹം, മാതാപിതാക്കളായിരിക്കുന്ന ഞങ്ങൾ അവന് വിവാഹം തക്ക സമയം വരുമ്പോൾ ആലോചിക്കണമെന്നായിരുന്നു. ആ കാലഘട്ടത്തിലാണ് സഹോദരൻ KV സാമിൻ്റെ അവിടെ തിരുവല്ലയിൽ ഇപ്പോൾ ഉള്ള കൂടിവരവിൻ്റെ തുടക്കം ബൈബിൾ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം. ദീർഘനാളുകൾ അവിടെ ബൈബിൾ സ്റ്റഡി നടന്നു. സാം സഹോദരൻ്റെ ഒരു പില്ലറ് പോലുള്ള ടെലഫോൺ വെക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്. അതായിരുന്നു എൻ്റെ പുൾപിറ്റ്. ഞാൻ ഒരു ദിവസം അവിടെ ചെന്ന് ദൈവവചനം വായിക്കുന്നതിന് മുമ്പ്, സംസാരിക്കുന്നതിന് മുമ്പ് സാധാരണ ചെയ്യുന്ന പോലെ ഞാൻ പറഞ്ഞു, ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ആരും പ്രാർത്ഥിക്കുന്നില്ല. നമുക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. 1-2 സാക്ഷികൾ മുന്നോട്ട് വന്ന് ഒപ്പുവെക്കാം. ആര് വരും? ആരും വരത്തില്ല. എന്താ? ഞങ്ങൾ അങ്ങനൊന്നും പോകത്തില്ല.
പിന്നെ നിങ്ങൾ എങ്ങനെ പോവും? ആനയിച്ചു കൊണ്ടുവരാം ഞാൻ. ബ്രൈഡൽ മാർച്ച് പോലെ ഇനിയും ഇതങ്ങോട്ട് വെച്ചിട്ട് നിങ്ങളെ ആനയിച്ച് ഞാൻ കൊണ്ടുവരാം ഒപ്പുവെക്കാൻ. അപ്പോൾ അവിടെ ആരും പ്രാർത്ഥിക്കുന്നില്ല. അപ്പോൾ ഞാനും കണ്ട, അപ്പോൾ എന്ത് ചെയ്യണം ഇനിയും? എന്ത് ചെയ്യണമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടി നിൽക്കുമ്പോൾ ഒരു ശബ്ദം, ഒരൊറ്റ പ്രാർത്ഥന. അപ്പം ഞാൻ ആദ്യം കണ്ണടച്ച് തന്നെ ശ്രദ്ധിക്കുകയാണ്. അത് ഉള്ളിൽ നിന്നൊരു പ്രാർത്ഥന, അത് ശക്തമായൊരു പ്രാർത്ഥന. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഇന്ന് ഞാൻ ഓർക്കുന്നു, ഒരു മഞ്ഞ ചുരിദാറിട്ട് ഒരു പെൺകുട്ടി ആ സാമിൻ്റെ ആ സ്റ്റെയർവേയിൽ അവിടെ ഇരുന്ന് അവളങ്ങ് പ്രാർത്ഥിക്കുക. ഞാൻ ഓർത്ത് ഇത് കൊള്ളാമല്ലോ. ആദ്യമായിട്ട് സേറയെ ഞാൻ നോട്ട് ചെയ്യുന്നത് അവിടെയാണ്. എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞുകൂടാ, എൻ്റെ ഉള്ളിലെ പ്രേരണയാണ്. ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയാണ്. വാട്ട് വാല്യൂസ് ഐ ഗേവ്. അപ്പോൾ ഞാൻ അവിടെ അമ്മയോട് പറഞ്ഞു, സഹോദരി, ഒരു ചെറുക്കനുണ്ട് കേട്ടോ, നമുക്ക് അത് നടത്തണം. ആരാ പാസ്റ്ററെ? ഉണ്ട്, പക്ഷെ ഇപ്പം എനിക്ക് പറയാനൊക്കത്തില്ല. ഇങ്ങനെ ഞാൻ പറയുമായിരുന്നു. അമ്മയോട് പറയും, സേറയുടെ. അപ്പോൾ അവരെല്ലാം ചോദിക്കുന്നത്, ആരാ ഇത്, സംഭവം ആരാ? അതുണ്ട്, അതങ്ങനെ ഇങ്ങനെ ഒരു നിലയിൽ ഞാൻ മുന്നോട്ട് പോയി. അപ്പോൾ ഐ വാസ് വാച്ചിങ് ഹർ. ഒരു ദിവസം ഐ റിമെമ്പർ ഐ വാസ് ഡ്രൈവിംഗ് വിത്ത് മൈ സൺ. ഞാൻ അവനോട് ചോദിച്ചു, ജോക്കുട്ടാ, എടാ, എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ചിന്തയുണ്ട്, ഇസ് ഇറ്റ് ഓക്കെ വിത്ത് യു? പറഞ്ഞു ഓക്കെ. അപ്പം ഞാൻ തീവ്രമായിട്ട് ആലോചന തുടങ്ങി. ഒരു ദിവസം, അത് പറയാനാണ് ഇത്രയും ഞാൻ പറഞ്ഞത്, ഒരുപാട് ഇതിനകത്ത് ഡീറ്റെയിൽ ഉണ്ട്. സേറ എന്നോട് വന്ന്, ഐ തിങ്ക് ഇൻ ഫ്രണ്ട് ഓഫ് ജോളി, എന്നോട് അവൾ പറയുകയാണ്, പപ്പ, എനിക്കൊന്നുമില്ല, എന്തിനാ എന്നെ? അപ്പോഴത്തേക്ക് അവൾക്ക് മനസ്സിലായി ജോക്കുട്ടനോടാണ് ആലോചന. ഷി ടോൾഡ് മീ പോയിന്റ് ബ്ലാങ്ക് ബ്ലണ്ട്ലി എന്ന് പറഞ്ഞാൽ അവൾ ഉദ്ദേശിച്ച്, ഐ ഹാവ് നോ മണി, ഐ ഹാവ് നോ മച്ച് എഡ്യൂക്കേഷൻ, ഐ ഹാവ് നത്തിങ്, എന്തിനാ എന്നെ? ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, എൻ്റെ ഉള്ളിൽ അതൊന്നുമായിട്ട് തോന്നിയില്ല. ഞാൻ ചലഞ്ച് ചെയ്യാം നിങ്ങളെ, ഡു യു ഹാവ് ദറ്റ് വാല്യൂ? ഞാൻ അവിടെ ജോലി കണ്ടതോ, അവിടെ വീട് കണ്ടതോ, അവിടെ പണം കണ്ടതോ അല്ല. വാട്ട് അട്രാക്റ്റഡ് മീ? ഐ ടെൽ യു, ഐ ഡോണ്ട് നോ. ദർ വാസ് സംതിങ് ഇൻ ദ ഗേൾ, അവളിലുള്ള ആത്മീയത, നത്തിങ് എൽസ്. കാണാൻ കൊള്ളാവുന്നൊരു കുട്ടിയാ, പക്ഷെ കാണാൻ കൊള്ളാവുന്ന എല്ലാത്തിനെയും നമുക്ക് കല്യാണം കഴിക്കാനൊക്കെ. പിന്നെ ഇതെങ്ങനെയൊക്കെ ടേൺഡ് ഔട്ട് ആവും, ഐ ഡോണ്ട് നോ. വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പാണ്. അവനും അവൻ്റെ പപ്പായും മമ്മയും എടുത്തു, ആൻഡ് ഹി വാസ് വില്ലിങ് ടു ഗെറ്റ് മാരീഡ്. എന്ത് കിട്ടും? ഒന്നും കിട്ടത്തില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാ കല്യാണം നടന്ന പാസ്റ്ററെ? കേൾക്കണം നിങ്ങൾ. അതിനു മുമ്പ് അവൻ്റെ പെങ്ങള് അനുമോടെ കല്യാണം നടന്നു. അതിൽ ദൈവമക്കൾ തന്ന സ്തോത്ര കാഴ്ചയുടെ ഒരംശം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവൻ്റേത് നടത്തി. പ്രസംഗിച്ച പോരാ, ഇത് പ്രാക്ടീസിലാകണം. They saw that I was not interested in money. ഇത് പറയാൻ എനിക്ക് എൻ്റെ ഉള്ളിലൊരു തള്ളലുള്ളതെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും പ്രസംഗം ഇന്ന് എല്ലാവർക്കും പ്രസംഗിക്കാം. കാര്യത്തോടടുക്കുമ്പോഴാണ് റിയലി നമ്മളാരാ. നമ്മുടെ പിള്ളേരുടെ മുൻപിൽ ഒരു വ്യാജഭാവവും പറ്റത്തില്ല. അന്ന് ഞാൻ പണത്തിന് വേണ്ടി ബഹളമുണ്ടാക്കുന്നത് എൻ്റെ മോൻ കണ്ടാൽ, he will never trust me. This guy is a preacher but he likes money. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ, നടന്ന ഒരു സംഭവം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വേർഡ് എന്നാണ് പറയുന്നത്. കുട്ടിക്കാലം തൊട്ട് വേറൊരു കാര്യം കൂടെ പറയാൻ പ്രേരണയുണ്ട്, കേൾക്കാൻ ചെവി ഉണ്ടെങ്കിൽ കേൾക്ക്. ഞാൻ ആദ്യം പാസ്റ്റർ ആയത് മല്ലപ്പള്ളിയിൽ ആനിക്കാടുള്ള ന്യൂ ലൈഫ് ഏജിയ. അവിടെ ഈ പേരാ.
എനിക്ക് വാഹനമൊന്നുമില്ല. ഞങ്ങൾ അവിടെ നിന്നൊരു ബസ് കയറിയാൽ കോഴഞ്ചേരി അടുത്ത ബസ്സിന് മല്ലപ്പള്ളി. ഈ പിള്ളേരത് കണ്ടത് അനുഭവിച്ചു. യോക്കുട്ടൻ്റെ സ്ഥിര പരിപാടിയായിരുന്നു ഡ്രൈവർ വണ്ടി ഓടിക്കുന്നതിൻ്റെ അവിടെ ചെന്നവന് അവൻ ഭയങ്കര ഇഷ്ടമായി ഡ്രൈവിങ്. ഒടുവിൽ അവരുമായിട്ട് അങ്ങ് ഫ്രണ്ട്സായി. കാരണം സ്ഥിരമായിട്ട് ഒരേ ഇതല്ലേ നമ്മൾ എടുക്കുന്നത്. ആനിക്കാട്ട് ഇറങ്ങിയിട്ട് മല്ലപ്പള്ളി പോകണം. അന്ന് യോഗത്തിന് പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ചെരുപ്പേരിലെ കുഞ്ഞുമോനച്ച എന്ന് പറഞ്ഞ് ഹാഫ് ലോറി ഓടിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഡ്രൈവർ സീറ്റിലിരിക്കും, തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതിനടുത്ത് എൻ്റെ ഭാര്യ. ഞാൻ ഈ ലോറിയുടെ മണ്ടയ്ക്ക് കയറി ഞാനും പിള്ളേരും കൂടെ അങ്ങനെ hit the children. In all points they are watching. നല്ല പൈതൃകമാ. പ്രീച്ചറാണോ? ഗുഡ്. പാസ്റ്ററാണോ? ഗുഡ്. But what about the life lived before the children? അതാണ് അടിച്ച് ഇമ്പാക്റ്റ് ആകുന്നത്. അല്ലാതെ ഭയങ്കര പ്രാസമാ പപ്പായുടെ. എന്നത് ഈ പരമോന്നതങ്ങളിൽ നിന്ന് ഈ പാരിടത്തിലേക്ക് വന്ന് പച്ച പൈമരത്തിൽ അല്ലേ, അത് കൊള്ളാം. നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് പ്രസംഗിയാക്കാനും പാട്ടാക്കാനും ഒക്കെയാണ്. നോ, ഐ നെവർ ട്രെയിൻഡ്. ഈ ബൈബിളിലെ സത്യം എനിക്ക് ബോധ്യമായി. ഐ ഡോണ്ട് ക്ലെയിം ടു ബി പെർഫെക്റ്റ്, but I tried trusting in the Lord. ലോയിസുമാര് യുനൈക്കമാരും ഈ ചർച്ചിൽ എഴുന്നേൽക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റുപറ്റെങ്കിൽ നിങ്ങൾ അനുതപിക്ക്. മക്കളോട് പറ, മോളെ എനിക്ക് തെറ്റുപറ്റി. റാഡിക്കലി ചേഞ്ച് ചെയ്യ്. യു വിൽ സേവ് യുവർ ചിൽഡ്രൻ. ഞാൻ പണത്തിന് വേണ്ടി പ്രിയരെ ശുശ്രൂഷിച്ചിട്ടില്ല. എൻ്റെ മക്കളത് കണ്ടാണ് വളരുന്നത്. ഐ ഹാവ് നെവർ മിനിസ്റ്റർഡ് ഫോർ മണി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ ശുശ്രൂഷിക്കുന്ന പോലെ ശുശ്രൂഷിക്കാൻ ഒക്കത്തില്ല, ബ്ലണ്ടാകാൻ ഒക്കത്തില്ല. നമുക്ക് പ്രാർത്ഥിച്ച് പിരിയാം. ആ വിശ്വാസം, ആ നിർവ്യാജ വിശ്വാസം, ആ ജെനുവിൻ ഫെയ്ത്ത്, കാപട്യമില്ലാത്ത വിശ്വാസം. I saw it in your mother and in your grandmother. They lived out this faith. No wonder Timothy was impacted. Adu matramalla, he found a good spiritual father and friend in Paul. അദ്ദേഹം പ്രസംഗിച്ചത് പ്രായോഗികമാക്കി. നിങ്ങൾ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ ഞാൻ അഭ്യർത്ഥിക്കുക, സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. നിങ്ങളെ ആത്മീകമായി മുന്നോട്ട് നയിക്കാത്തത് അതുകൊണ്ട് അർത്ഥമില്ല. വാട്ട് മീനിങ് ഇസ് ദേർ? ചിലരുടെ പണം നോക്കിയായിരിക്കും നിങ്ങൾ അടുക്കുന്നത്. അവൻ നിന്നെ നിന്നെ ബന്ധിക്കും. ഇതിനകത്തുള്ള എത്ര കൂട്ടുകെട്ടുകൾ അവതാളത്തിലായി ആത്മീകത തകർന്നു പോയത് എനിക്കറിയാം. കൂട്ടുകാരെ ദൈവം തരും. അവരിൽ അന്വേഷിക്കേണ്ടത് ടോക്ക് പോലാണോ വോക്ക്? സിമ്പിളാ. അല്ലെങ്കിൽ നിങ്ങളുടെ വോക്കൂടെ ഇവൻ അവന്റെ ടോക്കിലാക്കി മറിച്ചിടും. അതാരമില്ലേ ഇല്ല ഡേയ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു ഡേയ്. You watch your friends very carefully. Shall we pray?